നമ്മുടെ വാക്കന്നല്ലേ പ്രശ്നം, വാക്കന്നല്ലേ സഹോദരങ്ങളെ പ്രശ്നം. ഖുർആൻ പറഞ്ഞത് എത്ര സത്യമാണ്. വാക്ക് നന്നായ ഒക്കെ നന്നാവുന്നതാണ്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ. ജനങ്ങളെ, നിങ്ങൾ അല്ലാഹു, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വഖൂലു ഖൗലൻ സദീദാ. സദീദായ വാക്ക് നിങ്ങൾ പറയണം. സദീദായ വാക്ക് നിങ്ങൾ പറയണം. നിങ്ങൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം കൃത്യമായി മനസ്സിലാകത്തക്ക വിധത്തിലുള്ള വാക്ക്. അതിൽ സംശയങ്ങളോ നിങ്ങൾ പറഞ്ഞതിനെ കുറിച്ച് തെറ്റായ ഊഹങ്ങളോ സംഭവിക്കുമാറുള്ള അവ്യക്തതകളോ അപൂർണതകളോ നിങ്ങളുടെ വാക്കിനുണ്ടാവരുത്. എന്നാൽ നിങ്ങൾ പറഞ്ഞ വാക്ക് നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശത്തിനപ്പുറം അവന്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നതോ അവന്റെ അഭിമാനത്തെ ക്ഷതമേൽപ്പിക്കുന്നതോ ആയിക്കൂടാ. അധികമാകാത്ത വാക്ക്, കുറവ് വരാത്ത വാക്ക്, മിതത്വത്തിന്റെ നന്മയുടെ വാക്ക്, അത് നിങ്ങൾ പറഞ്ഞാൽ യുസ്ലിഹു ലക്കും അഅ്മാലക്കും, യുസ്ലിഹു ലക്കും അഅ്മാലക്കും, അവൻ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ നന്നാക്കി തരും. നല്ല വാക്കു പറയാൻ നിങ്ങൾ തീരുമാനിച്ചാൽ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അവൻ നന്നാക്കി തരും. യുസ്ലിഹു ലക്കും അഅ്മാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും. പാപങ്ങൾ പൊറുക്കുന്ന ജീവിതം മൊത്തം നന്നാകുന്നതാണ് നല്ല വാക്ക്. അതുകൊണ്ട് പ്രവാചകരെ പറയണം, വഖുല്ലി ഇബാദി, എന്റെ അടിമകളോട് പറയൂ പ്രവാചകരെ, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, യഖൂലുല്ലതീ ഹിയ അഹ്സൻ, ഏറ്റവും നല്ല വാക്ക് അവർ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നശ്ശൈത്വാന യൻസഉ ബൈനഹും, പിശാച് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പ്രശ്നങ്ങളും പ്രയാസങ്ങളും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നവരാണ് പിശാച്. ശൈത്താൻ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് വാക്കുപയോഗിച്ചിട്ടാണ്. അവിടെ നല്ലത് പറയാൻ തീരുമാനിച്ചാൽ എന്റെയും ഭാര്യയുടെയും പ്രശ്നം ഉണ്ടാക്കാൻ ശൈത്താന് പറ്റും. നല്ലതേ പറയുള്ളൂ ഞാൻ തീരുമാനിച്ചാൽ എന്റെ വാപ്പനെയും ഇമ്മനെയും പിണക്കമുണ്ടാക്കാൻ എന്നോട് പറ്റൂല സഹോദരങ്ങളെ. ആ വാക്ക് നന്നാവാത്തതിന്റെ പ്രശ്നമാണ് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം. സഹോദരങ്ങളെ, ഒന്നാണ് ശ്രദ്ധിച്ച് ഇനി ആ നല്ലതേ പറയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ ആ ഒരു വാക്കിന് അതിൻ്റെതായ വ്യത്യാസങ്ങൾ ശരിക്കുണ്ടാവും. ഈ പരലോകത്ത് ചെല്ലുമ്പോൾ തന്നെ എന്താ വെച്ചാൽ വാക്കുകളുടെ പ്രതിഫലനങ്ങളെ കുറിച്ച് മനുഷ്യന് ഊഹിക്കുന്നതിലേറെ വലിയ പ്രതികരണങ്ങളാണ് ഉണ്ടാവുക പറയുന്നത്. ഹദീസ് പറഞ്ഞു, ഇന്ന റജുല യതകല്ലം ബികലിമത്തിൻ മിൻ റിദ്വാനില്ല, അള്ളാഹുവിന്റെ തൃപ്തി കിട്ടുന്ന ഒരു വാക്ക് ഒരു മനുഷ്യൻ പറഞ്ഞു, ഒരു നല്ല വാക്ക്, ഒരാൾക്ക് ആശ്വാസം പകരുന്ന വാക്ക്, അല്ലെങ്കിൽ സഹോദരങ്ങളെ അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ഒരു വാക്ക്, ഒരു നല്ല വാക്ക് നമ്മുടെ വായിൽ നിന്ന് വന്നാൽ യർഫഉല്ലാഹു ബിഹാ ദറജാത്ത്, അതുകൊണ്ട് അവനെ അള്ളാഹു പദവികൾ ഉയർത്തും. ഇന്ന റജുൽ ലയതകല്ലമു ബിൽ കലിമ മിൻ സഖ്തില്ല, അള്ളാഹുവിന്റെ കോപം കിട്ടുന്ന ഒരു വാക്ക് ഒരുത്തൻ പറഞ്ഞാൽ ലാ യുൽഖാ ലഹാ ബാലൻ, ഒരു വിലയും ആ വാക്കിന് അവൻ കൽപ്പിച്ചില്ല, അങ്ങനെ പറഞ്ഞു പോയതാണ്. നല്ല വാക്ക് പറഞ്ഞപ്പോഴും ചീത്ത പറഞ്ഞ വാക്ക് പറഞ്ഞപ്പോഴും പറഞ്ഞ വാക്കിന്റെ ഗൗരവമൊന്നും അവൻ എന്തിട്ടില്ല, വിചാരിച്ചിട്ടില്ല. പക്ഷേ അവൻ ആ ഒരു വാക്ക് കൊണ്ട് നരകത്തിലെത്തുന്നു. നമ്മൾ ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് നരകത്തിലേക്ക് നയിക്കാം. നാം ശ്രദ്ധിക്കാതെ പറയുന്ന ഒരു വാക്ക് ഒരു പക്ഷേ സഹോദരങ്ങളെ സ്വർഗത്തിലേക്ക് നമ്മളെ ഉയർത്തുകയും ചെയ്യാനാണ്. അത്ര പ്രതിഫലനങ്ങൾ ഇഹലോകത്തും പരലോകത്തും ഒരു വാക്കിനുണ്ട് എന്നാണ്. അപ്പൊ സംസാരത്തിന്റെ ഒരു അവസ്ഥ ശരിക്കും മനസ്സിലാക്കിയാൽ എന്താ ഉണ്ടാകാറ് സഹോദരങ്ങളെ? ചിലപ്പോ ചില ആളുകൾ എന്ത് ചെയ്യും, മിണ്ടാതിരിക്കാൻ തീരുമാനിക്കും. അത് നല്ല തീരുമാനം. സംസാരിക്കാതിരിക്കാൻ തീരുമാനിക്കും, നല്ലത് പറയേണ്ടെന്നല്ല. നമ്മുടെ സംസാരത്തിൽ അപകടങ്ങളാണ് അധികം വരുന്നതെങ്കിൽ മിണ്ടാതെക്കൽ തന്നെയാണ് നല്ലത്. നബിസ്വല്ലല്ലാഹു പറഞ്ഞല്ലോ, ഈമാനുള്ളവനൊരു തീരുമാനമാണ്, പടച്ചോനെ കുറിച്ചും പരലോകത്തെ കുറിച്ചൊക്കെ പേടില്ലോ, എന്നാ ഞാൻ പറയണില്ല എന്ന് തീരുമാനിക്കും. വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും പരലോകത്തിലും ആർക്കെങ്കിലും വിശ്വാസമുണ്ടെങ്കിൽ ഫലിയഖുൽ ഖൈറൻ, അവൻ നല്ലത് പറയാ, പറഞ്ഞ വാക്കുകളെല്ലാം നന്മ നിറഞ്ഞതാണെന്ന് അവൻ ഉറപ്പുവരുത്തുക. അതല്ലെങ്കിലോ അല്ലെങ്കിൽ മിണ്ടാതിരിക്കട്ടെ. അപ്പൊ സഹോദരങ്ങളെ, മിണ്ടാതിരിക്കാനാണ് അടിസ്ഥാനം. മിണ്ടണ്ടാൻ തീരുമാനിക്കുക, അതാണ് നമ്മുടെ വർത്തമാനത്തിലുള്ള പാപങ്ങൾ കുറക്കാനുള്ള ഏറ്റവും വലിയ പരിഹാര മാർഗം. എന്താ വെച്ചാൽ മിണ്ടണ്ടാ തീരുമാനിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, സംസാരിക്കണ്ടെന്ന് തീരുമാനിച്ചാൽ സംസാരിക്കുമ്പോൾ സംസാരിക്കണോ വേണ്ടയോ എന്ന് ആലോചിച്ച് ആ സംസാരിക്കുന്ന കാര്യം നന്മയാണോ എന്ന് ഉറപ്പുവരുത്തിയിട്ട് അവൻ പറയാന്നുള്ളതാണ്.
നോക്കൂ, നിങ്ങൾ വിശുദ്ധ ഖുർആൻ പറയുന്നത് നിങ്ങൾ പറയുന്ന അധിക കാര്യത്തിലും നിങ്ങൾക്കൊരു ഗുണമില്ലാത്ത വർത്തമാനാണ്. ഇതൊക്കെ ഖുർആന പറയുന്നത്. നമ്മളെ സംസാരം ഒരു ദിവസത്തെ കംപ്ലീറ്റ് സംസാരം നിങ്ങൾക്ക് മെമ്മറി അധികം നിങ്ങളെ ഫോണിലുണ്ടെങ്കിൽ ഒന്ന് ഓണാക്കിയിട്ട് രാവിലെ തന്നെ നമ്മൾ പോണോടത്തും വരുന്നോടത്തും പറയണത് ഒക്കെയാണ് കേൾക്കയില്ല. എന്നിട്ട് എന്ത് ചെയ്യാൻ ഒന്നാണ് ഇരുന്ന് ഉറങ്ങാൻ സമയത്ത് എന്ത് ചെയ്യാ, നമ്മൾ പറഞ്ഞ വർത്താനൊക്കെ ഒന്ന് കേട്ടു നോക്കുക. നിങ്ങൾക്ക് ഈ ആയത്ത് സത്യ മനസ്സിലാവും. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാകും ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാകും ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ് ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജ്വാകും. നിങ്ങളുടെ രഹസ്യ സംസാരങ്ങളിൽ, സംഭാഷണങ്ങളിൽ അധികവും നിങ്ങൾക്ക് നന്മകളില്ല. ഇല്ലാ മൻ അമറ ബിസ്സദഖത്തിൻ, ഒരു ദാനം നൽകുവാൻ വേണ്ടി കൽപ്പിച്ച വാക്കൊഴികെ, അല്ലെങ്കിൽ ഔ ഇസ്ലാഹിൻ ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കാൻ വേണ്ടി സംസാരിച്ച സംസാരങ്ങളും ഒഴികെ. അല്ല പറയാണ്, നിങ്ങൾ സ്വകാര്യം ഇരുന്ന് വർത്താനം പറയും, ആ വർത്താനത്തിനൊന്നും നന്മല്ല. അധിക സംസാരങ്ങളും സഹോദരങ്ങളെ നമുക്ക് പ്രതികൂലമായിരിക്കും നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ശരിക്കും ഉൾക്കൊണ്ടാൻ ഉണ്ടാവൊക്കെ ചെയ്യും. അപ്പൊ അടിസ്ഥാനപരമായി അധികം സംസാരിക്കേണ്ടെന്ന് തീരുമാനിക്കുക. ഈ സംസാരിക്കുകയാണെങ്കിലും അത് നല്ല വാക്കുകളായി തീരാൻ വേണ്ടി ശ്രമിക്കുക. ആദ്യം വാക്കിൽ വന്നു പോകാവുന്ന തിന്മകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. നോക്കൂ, നിങ്ങൾ ശരിക്കും പരിശോധിക്കുകയാണെങ്കിൽ ഒക്കെ ഇതിൽ തന്നെ വരിക.